പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല ദൈവമേ, അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ നിമിഷങ്ങളെ പ്രത്യേകമായിട്ട് അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും അത് ശ്രവിക്കുവാനും എന്നെയും എൻ്റെ ശ്രോതാക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളിൽ രൂപാന്തരം ഉണ്ടാകട്ടെ. പുതിയൊരു വ്യക്തികളായിട്ട് ഞങ്ങളെ അങ്ങ് രൂപപ്പെടുത്തണമേ. അങ്ങയുടെ വചനം ശ്രവിച്ച് ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ, എന്നിലേക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങ് കടന്നു വരണമേ. അങ്ങയുടെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥനയുടെ ഫലമായുണ്ടാകുന്ന രൂപാന്തരത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ രൂപാന്തരം ഉണ്ടാകുമ്പോൾ ഞങ്ങളിൽ ശരിയായ വിശുദ്ധിയുടെ ആനന്ദം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധിയുടെ ആനന്ദം ഞങ്ങൾക്കതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും എല്ലാം അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം കൊണ്ട് ഞങ്ങളെ നിറച്ച് വിശുദ്ധിയുടെ ആനന്ദം ഞങ്ങൾക്ക് നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയ ദൈവമക്കളെ, വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം പ്രാർത്ഥന നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. പ്രാർത്ഥന നമ്മളെ രൂപാന്തരപ്പെടുത്തണം. നാം നടത്തുന്ന ചെറിയ പ്രാർത്ഥനയായാലും വലിയ പ്രാർത്ഥനയായാലും ധ്യാനങ്ങളായാലും അതെല്ലാം നമ്മെ രൂപാന്തരപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് വിശുദ്ധിയുടെ ആനന്ദം ലഭിക്കുകയുള്ളൂ. ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യത്തിൽ ഈശോ രൂപാന്തരപ്പെടുന്നത്, പ്രാർത്ഥനയുടെ സമയത്ത് രൂപാന്തരപ്പെടുന്നത് നാം കാണുന്നു. ഈശോയ്ക്ക് രൂപാന്തരം ഉണ്ടെങ്കിൽ നമുക്കും രൂപാന്തരം ഉണ്ടാകണം. ഈശോ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു മലമുകളിലേക്ക് കയറിപ്പോകുന്നു. പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുവാനായിട്ടൊരു മലയിലേക്ക് പോകുന്നതായിട്ട് നാം കാണുന്നു. ഈശോയുടെ പ്രാർത്ഥന എങ്ങനെയാണ്? എപ്പോഴും അവിടുന്ന് ഒന്നുകിൽ ഒരു മലയിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു വിജന പ്രദേശത്തേക്ക് പോകും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഫിസിക്കൽ സെപ്പറേഷൻ, ശാരീരികമായിട്ട് മറ്റുള്ളതിൽ നിന്നുള്ള എല്ലാം ഒരു മാറ്റം, ഒരു വേർപാട്, അത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളെന്ത് ജോലി ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, ഒരു കർഷകനോ ഒരു ബിസിനസ്സുകാരനോ രാഷ്ട്രീയക്കാരനോ ഒരു ഉദ്യോഗസ്ഥനോ എന്തുമായിക്കോട്ടെ, നമുക്ക് ജീവിതത്തിൽ ഒന്ന് മാറി നിന്ന് ഒരു ഫിസിക്കൽ സെപ്പറേഷൻ വളരെ അത്യാവശ്യമാണ് പ്രാർത്ഥനയ്ക്കായിട്ട്. ഈശോയ്ക്കത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും ഒരു മലമുകളിലേക്കോ അല്ലെങ്കിൽ വിജനപ്രദേശത്തേക്കോ പോയത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ഈശോയിൽ നിന്ന് ഈശോയുടെ വചനം ശ്രവിക്കുവാനും ഈശോയെ രോഗശാന്തി നേടുവാനും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് അവിടെ തിങ്ങിക്കൂടുമ്പോഴും അവിടുന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ജനം അവിടെ കാത്തു നിൽക്കുകയാണ് പ്രാർത്ഥനയ്ക്ക്, രോഗശാന്തി നേടാനായിട്ട്, ശ്രവിക്കുവാനായിട്ട്, പിശാചുകളെ പുറത്താക്കപ്പെടുവാനായിട്ട്. പക്ഷേ അവിടുന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. എപ്പോഴും നമ്മൾ കാണുന്നതാണ് ഈശോയുടെ ജീവിതത്തിൽ ഒന്നുകിൽ ഒരു മലമുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു വിജന പ്രദേശത്തേക്ക് പോകുന്നു. അവിടെ ശാന്തമായി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണിത് നമ്മളെ പഠിപ്പിക്കുന്നത്? നാം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജോലികൾ എന്തു തന്നെ ആയിക്കോട്ടെ, അത് കൃഷി ആയിക്കോട്ടെ, മറ്റ് ഓഫീസ് വർക്ക് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അതെല്ലാം വിട്ട് ഒന്ന് മാറി നിന്ന് പ്രാർത്ഥിക്കുക. സാധാരണ നാം സന്ധ്യപ്രാർത്ഥന ചെല്ലുമ്പോൾ അതാണ് ചെയ്യുന്നത്. ദിവ്യബലിക്ക് പോകുമ്പോഴും അതായിരിക്കും. പക്ഷേ പലപ്പോഴും അത് ഒരു ഹ്രസ്വമായുള്ള പ്രാർത്ഥനയായതുകൊണ്ട് നമുക്കതിൻ്റെ ഫലം എടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. രൂപാന്തരം പലപ്പോഴും ഉണ്ടാകുന്നില്ല. നമുക്ക് ശരിക്കും പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമ്മിൽ ഒരു മാറ്റം സംഭവിക്കണം, ഒരു രൂപാന്തരം ഉണ്ടാകണം, വിശുദ്ധിയുടെ ആനന്ദം ലഭിക്കണമെങ്കിൽ കുറേ ദിവസങ്ങൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെയൊക്കെ ധ്യാന കേന്ദ്രങ്ങൾ പ്രത്യേകമായിട്ട് അതിനായിട്ട് സജ്ജമാക്കിയിരിക്കുന്നതാണ്. നമ്മൾക്ക് 5 ദിവസമോ 6 ദിവസമോ ഒരാഴ്ചയോ 10 ദിവസമൊക്കെ മാറി നിന്ന് നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നെല്ലാം മാറി നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്. അങ്ങനെ മാറി നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ആ വിശുദ്ധിയുടെ ആനന്ദം ലഭിക്കുകയുള്ളൂ. അണക്കരെ ധ്യാനത്തിന് പോയ ഒരു സഹോദരൻ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പറയുകയുണ്ടായി, എൻ്റെ അച്ഛ 5-6 ദിവസം
ഫോണെല്ലാം ഓഫാക്കി വെച്ചതുകൊണ്ട് ഒത്തിരിയേറെ സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഫോണെല്ലാം അവിടെ മേടിച്ചു വെച്ചു. ഇപ്പോൾ കുറേ ദിവസങ്ങൾ ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും. ഇനി ഈ ഫോണൊന്ന് ഓണാക്കാനായിട്ട് പേടിയാകുകയാണ്. അതുകൊണ്ട് ഞാനൊരു കുറച്ച് ദിവസം കൂടി ഇതുപോലെ ഇത് സ്വിച്ച് ഓഫ് ആക്കി തന്നെ വയ്ക്കും. എനിക്ക് ഈ പ്രാർത്ഥനയിൽ നിന്ന് കിട്ടിയ ആ ചൈതന്യത്തിൽ കുറച്ച് ദിവസം കൂടി ഒന്ന് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ എത്രമാത്രം അസ്വസ്ഥതയാണ് പലപ്പോഴും. നമ്മുടെ ജോലി സംബന്ധമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ, ചില രോഗങ്ങൾ, പലവിധ കാരണങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ടായിരിക്കാം. അതിൽ നിന്നെല്ലാം മാറി നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്, അതായത് ഫിസിക്കൽ സെപ്പറേഷൻ, അപ്പോഴാണ് ആ വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് ലഭിക്കുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. ഈശോ രൂപാന്തരപ്പെടുന്ന സമയത്ത് ആദ്യം ഒരു മലമുകളിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് എപ്പോഴും ഒരു വിജന പ്രദേശത്തേക്ക് പോവുകയാണ്. മാറി നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ അവിടെ മാറ്റം, ബാഹ്യമായ മാറ്റം ഉണ്ടായതായിട്ട് നാം കാണുന്നു. അതായത് ഈശോയുടെ വസ്ത്രങ്ങളെല്ലാം വെണ്മയോടുകൂടി വെട്ടിത്തിളങ്ങുന്നതായിട്ട് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. വെണ്മയോടുകൂടി വെട്ടിത്തിളങ്ങുകയാണ്. ഈ ഭൂമിയിലെ ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ സാധിക്കാത്ത അത്രമാത്രം വെണ്മയോടുകൂടി വെട്ടിത്തിളങ്ങുകയാണ്. ബാഹ്യമായ മാറ്റങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ബാഹ്യമായ മാറ്റങ്ങൾ സാധ്യമാണോ? അതുണ്ടാകുമോ? ഇറ്റ് ഈസ് പോസിബിൾ. ബാഹ്യമായ മാറ്റങ്ങൾ ഉണ്ടാകാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, മോശ സീനായ് മലയിൽ വെച്ച് ദൈവവുമായിട്ട് സംഭാഷണം നടത്തിയതിന് ശേഷം ഇറങ്ങി വരുമ്പോൾ, ആ 10 കൽപ്പനയുടെ 2 കൽപ്പനകളുമായിട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്ന് ഇസ്രായേൽ ജനത്തിന് മോശയുടെ നേരെ നോക്കാൻ സാധിച്ചില്ല. കാരണം മോശയുടെ മുഖം ദൈവവുമായിട്ട് സംസാരിച്ചുകൊണ്ട് പ്രകാശപൂരിതമായിരുന്നു, സൂര്യനെ നോക്കുന്നത് പോലെയായിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് മോശയുടെ നേരെ നോക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് മോശ എപ്പോഴും ഒരു ഒരു മൂടുപടം ഇട്ടുകൊണ്ടാണ് ജനത്തോട് സംസാരിച്ചത്. കാരണം മോശയുടെ മുഖത്തേക്ക് നോക്കുവാനായിട്ട്, ദൈവവുമായിട്ട് സംസാരിച്ചതിന് ശേഷം മുഖത്തേക്ക് നോക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് സാധിച്ചില്ല. അത്രമാത്രം അത് ആ സൂര്യനെ നോക്കുന്ന പോലെ പ്രകാശം പരത്തിയിരുന്നു, തേജോമയമായിരുന്നു. അമദ്രേസ്യയുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, ജോലി ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ വായുവിൽ ആകാശത്തിലേക്ക് ഉയർന്നു പോയി, എലവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചിലപ്പോൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ആ ചട്ടിയും കലത്തോടു കൂടി നേരെ മുകളിലേക്ക് ഉയർന്നു പോകുന്നതായിട്ട്. വലിയ വലിയ വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ ഇത് സംഭവിക്കും. അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവർക്ക് ജീവിതം മുഴുവൻ പ്രാർത്ഥനയാണ്. അവർ ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുന്നു, ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം പ്രാർത്ഥനയിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ ചിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ വായിൽ ഉയർന്നു പോകുന്നതായിട്ട്. ഒരിക്കൽ അമ്മദ്രേസ്യയും യോഹന്നാൻ ക്രൂസും 2 പേരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. നമുക്കറിയാം, അമ്മദ്രേസ്യ അകത്താണ്, അവിടെ ഒരു ഗ്രില്ലിട്ടിട്ടുണ്ട്. ഇവിടെ പുറത്ത് പാർലറിൽ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ ഇരിക്കുന്നു. 2 പേരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. കുറേ കഴിയുമ്പോൾ മറ്റു സഹോദരങ്ങൾ നോക്കുമ്പോൾ 2 പേരും ഇങ്ങനെ വായുവിൽ ഉയർന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ഇങ്ങനെയുള്ള ബാഹ്യമായിട്ടുള്ള മാറ്റങ്ങൾ സാധ്യമാണ്. ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ, ഇറ്റ് ഈസ് പോസിബിൾ. ഇത് സാധ്യമാണ്. എന്നാൽ അത് നിർബന്ധമില്ല. ബാഹ്യമായ മാറ്റം നിർബന്ധമില്ല. പക്ഷേ നിർബന്ധമുള്ളത് എന്താണ്? ആന്തരിക മാറ്റം. ആന്തരികമായിട്ടുള്ള മാറ്റം നിർബന്ധമാണ്. അതുണ്ടായിരിക്കണം. നമ്മൾ ഒരാഴ്ച ധ്യാനിച്ചതിന് ശേഷം ഒരു മാറ്റമില്ലെങ്കിൽ ആ 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ജീവിതം വേസ്റ്റ്, അത് വൃഥാവിലായി. അവിടെ മാറ്റമുണ്ടാകണം, ആന്തരികമായുള്ള മാറ്റം ഉണ്ടാകണം. ഈശോ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ മാറ്റമുണ്ടായി, ആന്തരികവും ബാഹ്യവുമായുള്ള മാറ്റങ്ങളുണ്ടായി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും മാറ്റമുണ്ടാകണം, രൂപാന്തരം ഉണ്ടാകണം. നമ്മൾ പ്രാർത്ഥനയുടെ വ്യക്തിയായി തീരണം. പുതിയൊരു ജീവിതം ആരംഭിക്കാനുള്ള തീരുമാനം ഉണ്ടാകണം. അങ്ങനെ വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് ലഭിക്കണം. അങ്ങനെ നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഓരോ ധ്യാനവും നമ്മുടെ ഉള്ളിൽ മാറ്റമുണ്ടാക്കി ഒരു പുതിയ വ്യക്തിയായിട്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തണം. അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ച സമയം വെറുതെ വൃഥാവിലായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നാം കാണുന്നുണ്ട്, പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, നമ്മളിവിടെ ആയിരിക്കുന്നത് നല്ലതാണ്.
നമ്മളിവിടെ ആയിരിക്കുന്നത് നല്ലതാണെന്ന്. പ്രിയ ദൈവമക്കളെ, നാം ഈ പ്രാർത്ഥനയുടെ അവസ്ഥയിലായിരിക്കുന്നത് വളരെ നല്ലതാണ്, ഒരു നല്ല അനുഭവമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് ആനന്ദം നൽകുന്നതാണ്, അത് സന്തോഷം നൽകണം, അത് നമുക്കൊരു ഭാരമല്ല. പലപ്പോഴും നമുക്ക് പ്രാർത്ഥന ഒരു ഭാരമായിട്ട് വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിലിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ദൈവമായുള്ള സ്നേഹ സംഭാഷണമാണെങ്കിൽ, എൻ്റെ സ്നേഹവും ദൈവമായിട്ടും ഉള്ള ഞാൻ കൊടുത്ത് ദൈവത്തിൻ്റെ സ്നേഹം, ഈശോയുടെ സ്നേഹം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതാണെങ്കിൽ അത് നല്ലതാണ്, സന്തോഷകരം, ആനന്ദകരമായൊരു അനുഭവമാണ്. നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ആ നല്ല ഒരു അനുഭവം നമുക്കുണ്ടാവണം പ്രാർത്ഥനയുടെ ഫലമായിട്ട്. ഞാൻ എൻ്റെ തത്വശാസ്ത്ര പഠന കാലഘട്ടത്തിൽ ഒരിക്കൽ അവധിക്ക് വീട്ടിൽ പോയി. അന്നൊക്കെ ഞങ്ങൾക്ക് 5 ദിവസമാണ്, വർഷത്തിലൊരിക്കൽ 5 ദിവസം അവധി. വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഞാൻ എൻ്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും കാണാനായിട്ട് ഇറങ്ങുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ടാണ്, 2 ദിവസം മറ്റ് ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ചെല്ലുകയുള്ളൂ. അപ്പോൾ എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ അവിടെയൊക്കെ പോവാ, നീ ഇവിടെ ഇല്ലല്ലോ, എന്നെ ആ പോട്ടയിൽ കൊണ്ടുപോയി ഒന്നാക്ക്, അവിടെ ഞാൻ ഒരു ദിവസം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നാളെ വൈകിട്ട് ഞാൻ തിരിച്ചു വന്നോളാം, നീ രാവിലെ പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകാം, ഞാൻ വൈകിട്ട് തിരിച്ചു വന്നോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചിയെ കൊണ്ടുവന്ന് പോട്ടയിൽ കൊണ്ടുവന്ന് ആക്കി. അവിടെ ആക്കിയിട്ട് ഞാൻ പോയി എൻ്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ വീടുകളൊക്കെ സന്ദർശിച്ചിട്ട് 3-ാം ദിവസമാണ് ഞാൻ വീട്ടിലെത്തുന്നത്. 3-ാം ദിവസം വീട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് അമ്മച്ചി എത്തിയിട്ടില്ല, അമ്മ വന്നിട്ടില്ല. ഒരു ദിവസം കഴിഞ്ഞ് അന്ന് തന്നെ വൈകിട്ട് വന്നേക്കാമെന്ന് പറഞ്ഞാൽ അമ്മ വന്നിട്ടില്ല. ഞാൻ അപ്പച്ചനിങ്ങനെ ഭയങ്കരമായിട്ട് കോപിച്ചിരിക്കുകയാണ്. അപ്പച്ചൻ വിചാരിച്ചു അമ്മയും ഞങ്ങൾ 2 പേരും കൂടെ എല്ലാ സ്ഥലത്തും പോയിരിക്കുകയാണെന്ന്. അമ്മ ഇതുവരെ വന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോപത്തോടുകൂടി സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അമ്മ വീട്ടിൽ ഇറങ്ങിക്കാണോ, അവിടെ ആയിരിക്കും, ഞാൻ പോയി കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അന്ന് സാധാ ഫോണുകളോ മൊബൈൽ ഫോണുകളോ ഒന്നുമില്ല, കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ളൊരു മാർഗ്ഗവുമില്ല. ഉടനെ അമ്മ വീട്ടിലെത്തിയപ്പോൾ അവിടെയൊന്നും അമ്മ എത്തിയിട്ടില്ല. ഉടനെ അങ്കിള് അമ്മയുടെ മൂത്ത സഹോദരനുമായിട്ട് രാത്രി ഇറങ്ങുകയാണ്. ഹൈറേഞ്ചിൽ നിന്നാണ്. അവിടുന്ന് രാത്രി വണ്ടിയൊന്നും കിട്ടുന്നില്ല. രാത്രി 12 മണിയായപ്പോൾ ഒരു ലോറിയിൽ കയറി ഞങ്ങൾ അങ്കമാലിയിലിറങ്ങി. അവിടുന്ന് പിന്നെ ബസ്സിൽ കയറി രാവിലെ പോട്ടയിലെത്തുകയാണ്. പോട്ടയിൽ യാതൊരു പ്രതീക്ഷയില്ല, എവിടെ പോയി, വഴി തെറ്റിപ്പോയോ, എവിടെ പോയി, ഒന്നുമില്ല. ഏതായാലും പോട്ടയിൽ ചെന്ന് അവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരനോട് കാര്യങ്ങൾ പറഞ്ഞു, ഒരു വൈദികനെ കണ്ട് കാര്യം പറഞ്ഞു. അദ്ദേഹം എഴുതി കൊടുത്തു അനൗൺസ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഇന്നയാളെ പ്രതീക്ഷിച്ച് ആങ്ങളെയും മകനും ഇന്ന സ്ഥലത്ത് നിൽക്കുന്നു എന്നവിടെ അനൗൺസ് ചെയ്യുകയാണ്. അങ്ങനെ അനൗൺസ് ചെയ്ത് ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഇതാ കണ്ണുനീരൊക്കെ ഒഴിപ്പിച്ച് അമ്മച്ചി ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. അന്ന് ഭയങ്കരമായി അരിശം തോന്നി. കാരണം അന്ന് വൈകിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ ആളുകൾ 2-3 ദിവസമായിട്ടും വന്നിട്ടില്ല. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ദിവസങ്ങൾ കടന്നുപോയത് അമ്മ അറിഞ്ഞില്ല. അവിടുത്തെ ആ വചനം കേട്ടുകൊണ്ട് രാവും പകലും പലതും കടന്നു പോയത് അറിഞ്ഞില്ല. അത് പ്രാർത്ഥന ഒരു നല്ല അനുഭവമായി മാറിയതുകൊണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ പത്രോസിനുണ്ടായ അനുഭവം നമ്മൾക്കുണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാകുന്നു, പ്രാർത്ഥനയുടെ അനുഭവം നല്ലതാണ്. ആ നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നാം ചെയ്യുന്നതൊന്നും പ്രാർത്ഥനയല്ല. പ്രാർത്ഥന നമുക്ക് സന്തോഷം നൽകണം, നമുക്ക് ആനന്ദം നൽകണം. നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതായിരിക്കണം. വീണ്ടും പത്രോസ് പറയുന്നു, ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് അങ്ങേക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് മോശയ്ക്ക്, ഒന്ന് അങ്ങേക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. വാട്ട് അബൌട്ട് പീറ്റർ? പത്രോസിനൊരു കൂടാരത്തെക്കുറിച്ച് പറയുന്നില്ല. പത്രോസിന് കൂടാരം വേണ്ടേ? ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് അങ്ങേക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. എന്തുകൊണ്ടാണ് പത്രോസിൻ്റെ കൂടാരത്തെക്കുറിച്ച് പറയാത്തത്? പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി തന്നെ മറക്കുന്നു. തൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചോ തൻ്റെ ആരോഗ്യത്തെക്കുറിച്ചോ തന്നെക്കുറിച്ചോ ഒന്നും പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരിക്കലും ചിന്തിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, പ്രാർത്ഥനയുടെ ഒരു അനുഭവം ഉണ്ടാകുന്ന വ്യക്തി രൂപാന്തരപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്കെന്ത് ആവശ്യമുണ്ട് അവരുടെ ആവശ്യങ്ങളിലേക്ക് മാത്രം, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അതാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം ചെയ്യുന്നത്. സ്വന്തം ഞാൻ മറക്കണം, എന്നെ തന്നെ മറക്കണം. സ്വയം മറന്നുകൊണ്ട്
മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അതിന് വേണ്ടിയിട്ട് നാം പൂർണ്ണമായിട്ട് കൊടുക്കണം. അതാണ് പ്രാർത്ഥനയുടെ ഫലമായിട്ടുണ്ടാകുന്നത്. ഇവിടെ പത്രോസ് തന്നെ മറന്നുകൊണ്ട് ഈശോയ്ക്കും മോശയ്ക്കും ഏലിയായ്ക്കും വേണ്ടിയിട്ട് കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇതാണ് മദർ തെരേസയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, ജോൺ പോൾ രണ്ടാമൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ പല വിശുദ്ധരുടെയും ജീവിതത്തിൽ മദർ തെരേസ ഒരിക്കലും തന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എല്ലാവർക്കും വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, പതിതർക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചു. എവിടെയെല്ലാം മദർ തെരേസ യാത്ര ചെയ്യുന്നുവോ അവിടെയെല്ലാം ആ പാവങ്ങൾ മാത്രമായിരുന്നു അവിടുത്തെ ചിന്ത. എന്തുമായിക്കോട്ടെ, ജീവിതത്തിൽ വന്നിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങൾ എല്ലാം എന്തു വന്നാലും അതെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അതാണ് ഈശോയെ കണ്ടുമുട്ടിയ പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടായ വ്യക്തി സ്വയം മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നു. പുതിയ മഠം കോൺഗ്രിഗേഷൻ സ്ഥാപിച്ചപ്പോൾ നമുക്കറിയാം വെറും 5 രൂപയാണ് കയ്യിലുണ്ടായിരുന്നത്. 5 രൂപ കൊണ്ടാണ് തൻ്റെ ഈ പ്രസ്ഥാനം. ഇന്ന് വലിയ വലിയ MBA-ക്കാർക്ക് പോലും മദർ തെരേസ ഒരു റോൾ മോഡലാണ്. ഏറ്റവും ചുരുങ്ങിയ മൂലധനം കൊണ്ട് ആരംഭിച്ച് ഇത്രമാത്രം പണസംബന്ധമായുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം വേറെ ലോകത്തില്ല. 6000-ത്തിലധികം സഹോദരിമാർ ലോകത്തിൻ്റെ നാനാഭാഗത്ത് എത്രയോ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരെ, പതിതരെ, എല്ലാവരെയും ഉപേക്ഷിച്ചവരെ, മരണത്തോട് മല്ലടിക്കുന്നവരെ എല്ലാവരെയും ശുശ്രൂഷിക്കാനായിട്ട് മദർ തെരേസയുടെ സിസ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആ ഈശോയുടെ ആ പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടായതുകൊണ്ടാണ്. സ്വയം മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട്. ഒരിക്കൽ മദർ ഇങ്ങനെ തെരുവീതികളിലൂടെ നടക്കുകയാണ്, മറ്റുള്ളവരോടൊക്കെ സഹായം ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരേ മനുഷ്യരും കൽക്കട്ടയിലെ ധനാഢ്യരായുള്ള ആളുകളുടെ വീടുകളിലേക്കൊക്കെ പോയി. കാരണം ഒത്തിരിയേറെ മക്കൾ കിടക്കുകയാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കണം. രോഗികളായിട്ടും ഉപേക്ഷിക്കപ്പെട്ടവരുമായുള്ള ഒത്തിരി പേരെ കൊണ്ടുവന്ന് മദർ തെരേസയ്ക്ക് കിട്ടിയതുമായുള്ള കുട്ടികളെല്ലാം അവിടെ കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം, മരുന്ന് കൊടുക്കണം, ഒന്നും പൈസയില്ല. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ മറ്റു 2 സഹോദരിമാരോടൊപ്പം ഓരോ വീടാന്തരം കയറി ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു ധനാട്ടിൻ്റെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ കൈകൾ നീട്ടിയപ്പോൾ ആ മനുഷ്യൻ ആ കൈകളിലേക്ക് തുപ്പി, മദർ തെരേസയുടെ കരങ്ങളിലേക്ക് തുപ്പി. വളരെ സന്തോഷത്തോടുകൂടി അവൾ ആ കൈ വലിച്ച് തൻ്റെ തുവാലയെടുത്ത് അത് വയ്യ കൈ തുടച്ചിട്ട് പറഞ്ഞു, ഇത് അങ്ങ് ഞങ്ങൾക്ക് നൽകിയത് ഇനി ഞങ്ങളുടെ ആ കുഞ്ഞുങ്ങൾക്ക്, പാവപ്പെട്ട ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട്, അവർക്കായിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് തന്നത് ഇത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തരിക എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ്റെ മാനസാന്തരം അവിടെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. മദർ തെരേസായുടെ ആ പ്രവർത്തനം തൻ്റെ കരങ്ങളിൽ തുപ്പിയ മനുഷ്യനോട് പുഞ്ചിരിയോടുകൂടി ഇതെനിക്ക് വേണ്ടിയിട്ട്, എന്നാൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇനി വല്ലതും തരിക എന്ന് ചോദിച്ച ആ മദർ തെരേസയുടെ ആ പ്രവർത്തനം ആ വലിയ മനുഷ്യൻ്റെ കഠിന ഹൃദയത്തിൽ മാറ്റമുണ്ടായി. അന്നു മുതൽ അദ്ദേഹം മദർ തെരേസയുടെ വലിയൊരു ആരാധകനാകുകയും അങ്ങനെ അവരുടെ പ്രസ്ഥാനത്തെ ഒത്തിരിയേറെ കൈയഴിച്ച് സഹായിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ശരിയായ അനുഭവം രൂപാന്തരം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മറക്കണം. നമ്മളെ തന്നെ മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുമ്പോഴാണ്, അപ്പോഴാണ് നമുക്ക് ഈ പത്രോസ് പറഞ്ഞ, കർത്താവേ, ഞങ്ങളിവിടെ 3 കൂടാരങ്ങളുണ്ടാക്കാം, ഒന്ന് അങ്ങേക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക് എന്നത് നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കുന്നത്. നമുക്ക് അവിടെയാണ് ശരിയായ രൂപാന്തരം ഉണ്ടാകുന്നത്. എന്നിലെ ഞാൻ മാറണം, ഞാൻ മാറി ഞാനൊരു പുതിയ വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടണം. ഞാനൊരു പുതിയ വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുമ്പോൾ മാത്രമേ അവിടെ പ്രാർത്ഥനയുടെ ഫലമുണ്ടാകുകയുള്ളൂ. പ്രാർത്ഥന അവിടെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുകയുള്ളൂ. പ്രിയ ദൈവമക്കളെ, ഈശോ പ്രാർത്ഥിച്ചപ്പോൾ അവിടത്തേക്ക് രൂപാന്തരമുണ്ടായി, ഈ മാറ്റങ്ങളുണ്ടായി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും തീർച്ചയായിട്ടും അവിടെ മാറ്റമുണ്ടാകണം. പ്രാർത്ഥിക്കുവാനായിട്ട് നാം എപ്പോഴും നമ്മുടെ തിരക്ക് പിടിച്ച ജോലികളെല്ലാം മാറ്റി ശാന്തമായിട്ട്
എവിടെയെങ്കിലും പോയി ധ്യാന കേന്ദ്രങ്ങളിൽ പോയി കുറേ ദിവസം ചിലവഴിക്കണം. കുറേ ദിവസങ്ങൾ നാം ചിലവഴിക്കുമ്പോഴാണ് നമ്മുടെ ആ തിരക്ക് പിടിച്ച ജീവിതം, അസ്വസ്ഥമായ ജീവിതത്തിൽ നിന്നെല്ലാം മാറിക്കഴിഞ്ഞ് നാം അവിടെ സ്വസ്ഥമായിട്ട് ഈശോയോടൊപ്പം ആയിരിക്കുമ്പോഴാണ് നമുക്ക് ശരിയായ ആ വിശുദ്ധിയുടെ ആനന്ദം ലഭിക്കുന്നത്. ഇന്നലെ വരെയുള്ള എല്ലാത്തിനെയും മാറ്റിവെച്ചിട്ട് പുതിയൊരു ജീവിതം ആരംഭിക്കുക. ഇനി ഈശോ പ്രാർത്ഥിച്ചപ്പോൾ ആ ഈശോയ്ക്ക് ആന്തരികവും ബാഹ്യവുമായുള്ള മാറ്റമുണ്ടായി. വസ്ത്രം വെണ്മയോടുകൂടി വെട്ടിത്തിളങ്ങി. നമുക്കൊരു പക്ഷേ ബാഹ്യമായ മാറ്റങ്ങൾ വന്നില്ല എന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഫലവത്തായി നാം ചിന്തിക്കേണ്ട. അത് ആന്തരികമായ മാറ്റം വരണം. ഞാൻ ഒരു പ്രാർത്ഥനയുടെ വ്യക്തിയായി രൂപാന്തരപ്പെടണം. ഞാൻ ഈശോയുടെ ഒരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടണം. ഒരു ദൈവിക മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടണം. ഓരോ പ്രാർത്ഥനയും ഞാൻ നടത്തുമ്പോൾ അതുപോലെ ഒരു പ്രാർത്ഥനയുടെ വ്യക്തിയായിട്ട്, ഈശോയുടെ വ്യക്തിയായിട്ട്, ദൈവിക വ്യക്തിയായിട്ട് ഞാൻ രൂപാന്തരപ്പെടുത്തുമ്പോഴാണ് എനിക്ക് ആ വിശുദ്ധിയുടെ ആനന്ദം ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമേ, ദൈവത്തെ മനുഷ്യനായിട്ട് രൂപാന്തരപ്പെടുമ്പോൾ മാത്രമേ ആ വിശുദ്ധിയുടെ ആനന്ദം എനിക്ക് ലഭിക്കുവാനായിട്ട് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് പ്രാർത്ഥന ഒരു നല്ല അനുഭവമായിട്ട് മാറണം. നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് എനിക്ക് സന്തോഷം നൽകണം, എനിക്ക് ആനന്ദം നൽകണം, എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു പ്രചോദനം എനിക്ക് ലഭിക്കണം. ഞാൻ കൂടുതൽ ഈശോവുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ, എൻ്റെ ഹൃദയം ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, അത് ഈശോയുമായിട്ട് ആ സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ ഒത്തിരിയേറെ ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അനുഭവമാണത്. ആ ആനന്ദം എനിക്കുണ്ടായിരിക്കണം, എനിക്ക് സന്തോഷമുണ്ടായിരിക്കണം എൻ്റെ ജീവിതത്തിൽ. അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നില്ല. എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നണമെങ്കിൽ എനിക്ക് ആ സന്തോഷവും ആനന്ദവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ തന്നെ പരിപൂർണമായിട്ട് മറക്കാനായിട്ട് സാധിക്കണം. ഞാനെന്ന വ്യക്തിയെ മറക്കണം. ഞാൻ എവിടെയാണോ, ഒരുപക്ഷെ എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മക്കൾ, ഞാൻ കടന്നു വരുന്ന സ്ഥലത്ത്, ഞാൻ ജോലി സ്ഥലത്ത് ചെയ്യുന്നത്, അവർക്കൊക്കെ എന്ത് സഹായം, എന്താണ് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്, അത് ഞാൻ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കണം. എന്നെ തന്നെ മറന്നുകൊണ്ട് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ, മറ്റുള്ളവരുടെ അഭിലാഷങ്ങൾ, അവരുടെ ആവശ്യങ്ങളെല്ലാം ഞാൻ നിറവേറ്റുമ്പോഴാണ് പ്രാർത്ഥനയുടെ ആ രൂപാന്തരം എന്നിൽ പൂർണ്ണമാകുന്നത്. ദൈവമക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശരിയായ വിശുദ്ധിയുടെ ആനന്ദം ലഭിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയുടെ ആനന്ദം അവർക്ക് ലഭിക്കട്ടെ, എനിക്കും ലഭിക്കട്ടെ. പ്രാർത്ഥന ഞങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ഒരു പുതിയ വ്യക്തിയായിട്ട്, ഈശോയുടെ സ്നേഹം അനുഭവിക്കുന്ന വ്യക്തിയായിട്ട്, മറ്റൊരു ക്രിസ്തുവായിട്ട്, ദൈവത്തിൻ്റെ മകനായിട്ട്, ദൈവിക മനുഷ്യനായിട്ട് ഞാൻ രൂപാന്തരപ്പെടുത്തട്ടെ. അങ്ങനെ ഞാൻ രൂപാന്തരപ്പെടുമ്പോൾ ഈ പ്രാർത്ഥന എനിക്ക് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഭവമായി മാറും. ഞാൻ രൂപാന്തരപ്പെടുമ്പോൾ എന്നെ തന്നെ മറന്നുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കും. നല്ല ദൈവമേ, നല്ല ഈശോയെ, എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കും ഈ പ്രാർത്ഥനയുടെ അനുഭവം വളരെ കൂടുതലായിട്ടുണ്ടാകുവാനും, അങ്ങനെ വിശുദ്ധിയുടെ ആനന്ദം, യഥാർത്ഥമായ ആനന്ദം അനുഭവിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ വിശുദ്ധിയുടെ ആനന്ദം ഞങ്ങൾക്ക് ലഭ്യമാകുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.